A. നമുക്കിനി മോഡൽ ലോസ് എന്തൊക്കെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ സിമിലാരിറ്റി ലോസ്. അപ്പോൾ മോഡൽസ് നമുക്ക് ഓൾറെഡി കണ്ടു. യു ഷുഡ് ഹാവ് 3 ടൈപ്സ് ഓഫ് സിമിലാരിറ്റി. ദാറ്റ് ഈസ് ജോമെട്രിക് സിമിലാരിറ്റി, കൈനമാറ്റിക് സിമിലാരിറ്റി ആൻഡ് ഡൈനാമിക് സിമിലാരിറ്റി. പക്ഷേ ഈ ഡൈനാമിക് സിമിലാരിറ്റി, അപ്പം നിങ്ങൾക്ക് കൈനമാറ്റിക് സിമിലാരിറ്റിയും ജോമെട്രിക് സിമിലാരിറ്റിയും എപ്പോഴും മോഡലും പ്രോട്ടോടൈപ്പും ഒബേ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഡൈനാമിക് സിമിലാരിറ്റി ഒബേ ചെയ്യണമെങ്കിൽ റേഷ്യോ ഓഫ് കറസ്പോണ്ടിങ് ഫോഴ്സസ് ആക്ടിങ് അറ്റ് ദ കറസ്പോണ്ടിങ് പോയിന്റ്സ് ഇൻ ദ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ് ഷുഡ് ബി ഈക്വൽ. അത് നമ്മൾ കണ്ടതാണ്. ഈ റേഷ്യോ ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ നേരത്തെ കണ്ടു, ഇത് ഡയമെൻഷൻലെസ് നമ്പേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഡയമെൻഷൻലെസ് നമ്പേഴ്സ് മോഡലിലും പ്രോട്ടോടൈപ്പിലും ഈക്വൽ ആണോ എന്ന് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. പക്ഷേ അതിലൊരു പ്രോബ്ലം വരുന്നത്, നിങ്ങൾക്ക് എല്ലാ ഡയമെൻഷൻലെസ് നമ്പേഴ്സും മോഡലും പ്രോട്ടോടൈപ്പിലും ഈക്വൽ ആകണമെന്നില്ല. കാരണം നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഫോഴ്സസ്, ഇതിനകത്ത് പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഫോഴ്സസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഫ്ലോ ഇൻ എ പൈപ്പ്, ഇതിൽ വിസ്കസ് ഫോഴ്സും ഇനേഷ്യ ഫോഴ്സും ആണ് പ്രിഡോമിനൻ്റ് ആയിട്ടുള്ളത്. ഇതിൽ സർഫസ് ടെൻഷൻ ഫോഴ്സ്, എലാസ്റ്റിക് ഫോഴ്സ് ഒക്കെ നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷൻലെസ് നമ്പേഴ്സ് മാത്രം നിങ്ങൾ എടുത്ത് ചെക്ക് ചെയ്താൽ മാത്രം മതി. ചിലപ്പോൾ നിങ്ങൾക്ക് റെയ്നോൾഡ്സ് നമ്പറിൻ്റെ മാത്രം ഒബേ ചെയ്താൽ മതി, റെയ്നോൾഡ്സ് നമ്പർ മാത്രം യൂസ് ചെയ്താൽ മതി. ചിലപ്പോൾ ഫ്രോഡ് നമ്പർ ഉപയോഗിക്കേണ്ടി വരും, ചിലപ്പോൾ വെബർ നമ്പർ ഉപയോഗിക്കേണ്ടി വരും, അങ്ങനെ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് പല മോഡൽ ലോസ് ഉണ്ട്. മോഡൽ ലോസ് ഇതൊക്കെയാണ്: റെയ്നോൾഡ്സ് മോഡൽ ലോ, ഫ്രോഡ് മോഡൽ ലോ, ഓയിലർ മോഡൽ ലോ, വെബർ മോഡൽ ലോ ആൻഡ് മാഗ് മോഡൽ ലോ. റെയ്നോൾഡ്സ് മോഡൽ ലോ എന്താണെന്ന് നമുക്ക് നോക്കാം. റെയ്നോൾഡ്സ് മോഡൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഫസ്റ്റ്, ഇത് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് പൈപ്പ് ഫ്ലോയിലും റെസിസ്റ്റൻസ് എക്സ്പീരിയൻസ്ഡ് ബൈ സബ്മറൈൻസ്, എയർപ്ലെയിൻസ്, ഫുള്ളി ഇമേഴ്സ്ഡ് ബോഡീസ്. ഫുള്ളി ഇമേഴ്സ്ഡ് ബോഡീസിലുമാണ് ഇത് യൂസ് ചെയ്യുന്നത്, റെയ്നോൾഡ്സ് മോഡൽ ലോ. അപ്പോൾ ഇതിൽ പറയുന്നത് റെയ്നോൾഡ്സ് നമ്പർ ഓഫ് മോഡൽ ഷുഡ് ബി ഈക്വൽ ടു റെയ്നോൾഡ്സ് നമ്പർ ഓഫ് പ്രോട്ടോടൈപ്പ്. ദാറ്റ് മീൻസ് റോ എം വി എം എൽ എം ബൈ മ്യൂ എം ഷുഡ് ബി ഈക്വൽ ടു റോ പി വി പി എൽ പി ബൈ മ്യൂ പി. അപ്പം റെയ്നോൾഡ്സ് മോഡൽ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ഒബേ ദിസ് ഇക്വേഷൻ. സോ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എക്സാമ്പിളിൽ, ഈ പൈപ്പ് ഓഫ് ഡയമീറ്റർ 1.5 meter is required to transport an oil of specific gravity 0.9 and viscosity 3 × 10⁻² poise at a rate of 3000 liters per second. Tests were conducted on 15 centimeter diameter pipe using water at 20 degrees Celsius. Find velocity and rate of flow in the model. And viscosity of water at 20 degrees Celsius is 0.01 poise. അപ്പോൾ ഫസ്റ്റ് നോക്ക്, ഇതൊരു പൈപ്പ് ഫ്ലോ ആണ്. പൈപ്പ് ഫ്ലോയിൽ നമ്മൾ റെയ്നോൾഡ്സ് മോഡലിലോ നമുക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ പൈപ്പ്, 1.5 meter ഡയമീറ്റർ പൈപ്പ്. ഇതിനെ നമ്മൾ പ്രോട്ടോടൈപ്പ് എന്ന് വിളിക്കും. ആൻഡ് നമ്മളൊരു മോഡൽ കൺസ്ട്രക്ട് ചെയ്തിട്ടാണ്, അതിലാണ് നിങ്ങൾ പെർഫോമൻസ് സ്റ്റഡീസ് നടത്തുന്നത്. ഇതിൻ്റെ ഡയമീറ്റർ 15 centimeter ആണ്. അപ്പം റെയ്നോൾഡ്സ് മോഡൽ ഒബേ ചെയ്യണമെങ്കിൽ REM ഷുഡ് ബി ഈക്വൽ ടു REP. റെയ്നോൾഡ്സ് നമ്പർ മോഡലും പ്രോട്ടോടൈപ്പും ഈക്വൽ ആയിരിക്കണം. സോ ദാറ്റ് മീൻസ് ദിസ് ഷുഡ് ബി ഈക്വൽ. നമുക്ക് ഈ വാല്യൂസ്, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ പ്രോട്ടോടൈപ്പിലെ നമ്മുടെ വെലോസിറ്റി VP നിങ്ങൾക്കൊന്ന് കണ്ടുപിടിക്കണം. ഹൗ ടു ഫൈൻഡ് ദാറ്റ്? അപ്പോൾ ഇതിൻ്റെ ഡിസ്ചാർജ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻ ദ പൈപ്പ് നോക്കിയാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 3000 × 10⁻³ by π/4 × 1.5 square. This is equal to 1.697 meter per second. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ റോ എം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോഡലിൽ നിങ്ങളുടെ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 1000 kg/m³ ആണ്. അപ്പോൾ അതിൻ്റെ മ്യൂ തന്നിട്ടുണ്ട്. മ്യൂ എം ഈസ് 0.01 പോയിസ് ആണ്. സോ ആക്ച്വലി നമ്മളിത് ഇവിടെ എഴുതാം. ആക്ച്വലി ദിസ് ഈസ് 1000 ആൻഡ് ദിസ് ഈസ് 900. ഇതാണ് പ്രോട്ടോടൈപ്പിലെ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു, 1.697. പ്രോട്ടോടൈപ്പിൻ്റെ ഡയമീറ്റർ 1.5 meter ആണ്. ഇതിൻ്റെ വിസ്കോസിറ്റി 0.03. ഇറ്റ് ഈസ് 0.03 പോയിസ് ആണ്. So you need to multiply by 10⁻⁻1 Newton second per meter square മാറ്റാൻ, SI യൂണിറ്റിലേക്ക് മാറ്റാൻ. ഈ റൈറ്റ് സൈഡിൽ നമുക്ക് വിസ്കോസിറ്റി 1000 ആണ്, വെലോസിറ്റി VM ആൻഡ് ഇറ്റ് ഈസ് ഡയമീറ്റർ 0.15 ആണ്. ഇതിൻ്റെ വിസ്കോസിറ്റി 0.001 പോയിസിൽ നിന്ന് നിങ്ങൾ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.003 ആണ്.
സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെലോസിറ്റി ഓഫ് മോഡൽ എന്ന് പറയുന്നത് 5.091 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ചാർജ് ഇൻ മോഡൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഡിസ്ചാർജ് QM is equal to AM into VM. So actually this is pi by 4 into 5.091 എന്ന് പറയുന്നത് 89.9 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ്. സോ ഇങ്ങനെയാണ് റെയ്നോൾഡ്സ് മോഡൽ ലോ ഉപയോഗിച്ചൊരു ഫോർമുല പ്രോബ്ലം ചെയ്യുന്നത്. ഇനി എന്താണ് ഈ ഫ്രൂഡ്സ് മോഡൽ ലോ എന്താണ്? ഫ്രൂഡ്സ് മോഡൽ ലോയിൽ പറയുന്നത് നിങ്ങൾക്ക് മോഡൽസും പ്രോട്ടോടൈപ്പിലും തമ്മിലുള്ള ഡൈനാമിക് സിമിലാരിറ്റി വരണമെങ്കിൽ ഫ്രോഡ്സ് നമ്പർ ഈക്വൽ ആയിരിക്കണം. മോഡലിലും പ്രോട്ടോടൈപ്പിലും ഫ്രോഡ് നമ്പർ ഈക്വൽ ആയിരിക്കണം. സോ ഫ്രോഡ്സ് മോഡൽ ലോ ഈസ് ആപ്ലിക്കബിൾ. ഇത് മെയിനായിട്ട് ആപ്ലിക്കബിൾ ആവുന്നത് ഗ്രാവിറ്റി ഫോഴ്സ് പ്രിഡോമിനൻ്റ് ആവുമ്പോഴാണ്. സോ നേരത്തെ നമ്മൾ റെയ്നോൾഡ്സ് മോഡലിൽ വിസ്കസ് ഫോഴ്സും ഇനേഷ്യ ഫോഴ്സും പ്രിഡോമിനൻ്റ് ആണ്. ഈ കേസിൽ ഗ്രാവിറ്റി ഫോഴ്സും ഇനേഷ്യ ഫോഴ്സും പ്രിഡോമിനൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളപ്പോഴാണ് നമ്മൾ ഇത് ഫ്രോഡ്സ് മോഡലിലോ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഫോളോയിങ് സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ ഈ സിറ്റുവേഷൻസ് നിങ്ങൾ ഓർത്തിരിക്കണം. ഈ സിറ്റുവേഷൻസിലാണ് ഒന്ന് ഫ്രീ സർഫസ് ഫ്ലോസിൽ, ദാറ്റ് ഈസ് ഫ്ലോ ഓവർ സ്പിൽവേസ്, വെയേഴ്സ്, സ്ലൂയിസസ്, ചാനൽസ് എക്സെട്ര, ആൻഡ് ഫ്ലോ ഓഫ് ജെറ്റ് ഫ്രം ഓറിഫൈസ് ഓർ നോസിൽ, and when waves are likely to be formed on surface, and when fluids of different densities flow over one another. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലെല്ലാം നിങ്ങൾ ഫ്രോഡ് മോഡൽ ലോ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഫ്രോഡ്സ് മോഡൽ ലോയിൽ യു ക്യാൻ റൈറ്റ് ഫ്രോഡ്സ് നമ്പർ ഓഫ് പ്രോട്ടോടൈപ്പ് ഷുഡ് ബി ഈക്വൽ ടു ഫ്രോഡ്സ് നമ്പർ ഓഫ് മോഡൽ. അപ്പോൾ ദാറ്റ് മീൻസ് VM by root of LMG should be equal to VP by root of LPG. നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എല്ലായിടത്തും സെയിം ആണ്. സോ യു ക്യാൻ റൈറ്റ് VP by VM വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് LP by LM, ദറ്റ് ഈസ് റൂട്ട് ഓഫ് LR, അല്ലെങ്കിൽ സ്കെയിൽ റേഷ്യോ. നിങ്ങൾക്ക് വാട്ട് ഈസ് TP by TM? ഈ T എന്ന് പറയുന്നത് ടൈമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ടൈം ടേക്കൺ ടു കളക്ട് ഫ്ലൂയിഡ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അപ്പോൾ റേഷ്യോ ഓഫ് ടൈം ഇൻ ഡയമെൻഷൻ ഇൻ പ്രോട്ടോടൈപ്പ് ബൈ ടൈം ഇൻ മോഡൽ ഈസ് ഈക്വൽ ടു LP by VP by LM by VM is equal to LP by LM by VP by VM is equal to LR by root of LR is equal to root LR. Similarly, acceleration of prototype by acceleration of model is equal to VP by TP by VM by TM is equal to VP by VM by TP by TM. This is 1. So, ഇതുപോലെ ഡിസ്ചാർജ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഡിസ്ചാർജിൻ്റെ ഫോർമുല ഇങ്ങനെയാണ്: AP into VP by AM into VM. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് LP സ്ക്വയർ ഇൻറ്റു VP by LM സ്ക്വയർ ഇൻറ്റു VM. അപ്പോൾ യു ക്യാൻ റൈറ്റ് ദിസ് ആസ് LR സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് LR, ദാറ്റ് ഈസ് LR റേസ് ടു 2.5. ദാറ്റ് ഈസ് QP by QM ഈസ് ഈക്വൽ ടു LR റേസ് ടു 2.5. and FP by FM is equal to rho AP VP square by rho M AM VM square. അപ്പം നമ്മൾ ഓൾറെഡി കണ്ടു, നിങ്ങൾക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് റോ എ വി സ്ക്വയർ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് AP എന്നുള്ളത് നിങ്ങൾക്ക് ഇത് L സ്ക്വയർ ആണ്, LP സ്ക്വയർ. അപ്പോൾ ഡെൻസിറ്റി രണ്ടും ഈക്വൽ ആണെങ്കിൽ യു ക്യാൻ ക്യാൻസൽ ഇറ്റ് ഓഫ്. സോ ദിസ് വിൽ ബിക്കം LP സ്ക്വയർ ഇൻറ്റു VP സ്ക്വയർ ബൈ LM സ്ക്വയർ ഇൻറ്റു VM സ്ക്വയർ. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് LRQ. അപ്പോൾ ഇതാണ് ഓരോ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റേഷ്യോ ആണ്. മോഡലും പ്രോട്ടോടൈപ്പിലെയും ഫോഴ്സസ് തമ്മിലുള്ള റേഷ്യോ LR³ ആണ്. ഡിസ്ചാർജസ് തമ്മിലുള്ള റേഷ്യോ LR raised to 2.5 ആണ്. ആക്സിലറേഷൻ 1 ആണ്. ലൈക്ക് ദാറ്റ്. സോ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇനി മോഡൽ ടെസ്റ്റ് ഓഫ് എ സ്പിൽവേ. അപ്പോൾ സ്പിൽവേ എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഇസ് എ ഫ്രോഡ്സ് മോഡലിലോ ആണ് യൂസ് ചെയ്യേണ്ടത്. ദ ഡിസ്ചാർജ് ആൻഡ് വെലോസിറ്റി ഓഫ് ഫ്ലോ ഓവർ ദ മോഡൽ വർ 2 m³ per second and 1.5 meter per second respectively. Calculate the velocity and discharge over the prototype which is 36 times the model size. അപ്പോൾ നിങ്ങളുടെ മോഡലിനേക്കാളും 36 ടൈംസ് ആണ് പ്രോട്ടോടൈപ്പിൻ്റെ സൈസ്. അപ്പോൾ നമുക്കൊരു ഫ്രോഡ്സ് മോഡലിലോ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇത് സ്പിൽവേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്പിൽവേയിലെല്ലാം തന്നെ ഗ്രാവിറ്റി ഫോഴ്സ് ആണ് പ്രിഡോമിനൻറ്റ്. അപ്പോൾ നമുക്ക് ഫ്രോഡ് മോഡലിലോ അപ്ലൈ ചെയ്യാം. ഫ്രോഡ് മോഡലിലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് VP by VM നമ്മൾ ഡെറൈവ് ചെയ്തു. ഇറ്റ് ഈസ് റൂട്ട് ഓഫ് LR ആണ്. സോ ഈ സ്കെയിൽ റേഷ്യോ നമുക്ക് കണ്ടു, ഇറ്റ് ഈസ് 36 ടൈംസ് ആണ്. അപ്പോൾ LR എന്ന് പറയുന്നത് 36 ആണ്. സോ ദിസ് ഈസ് 6. ദാറ്റ് മീൻസ് VP നമുക്ക് VM ഇൻറ്റു 6 എന്ന് പറയുന്നത് 1 is you will get 15 meter per second. And QP discharge in prototype by discharge in model,
ഇതും നമ്മൾ ഡെറൈവ് ചെയ്താണ്. ഇറ്റ് ഈസ് LR raised to 2.5, ഇറ്റ് ഈസ് 36 raised to 2.5, ഇറ്റ് ഈസ് 7776. അപ്പോൾ നമുക്ക് QP എന്ന് പറയുന്നത് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 2 ഇൻറ്റു ബിക്കോസ് മോഡലിലെ ഡിസ്ചാർജ് 2 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. സോ യു വിൽ ഗെറ്റ് 15,552 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. നമുക്കിനി വേറൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഈ പ്രോബ്ലത്തിനകത്ത് എ ഷിപ്പ് മോഡൽ ഓഫ് സ്കെയിൽ 1/50 ഈസ് towed through seawater at a speed of 1 meter per second. A force of 50.2 Newton is required to tow the model. Determine the speed of the ship and propulsive force on the ship if prototype is subjected to wave resistance only. ഈ പ്രോബ്ലത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു വേവ് റെസിസ്റ്റൻസ്. ഈ വേവ് റെസിസ്റ്റൻസ് വരുമ്പോൾ ഗ്രാവിറ്റി ഫോഴ്സ് ആണ് പ്രിഡോമിനൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രോഡ് മോഡൽ ലോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫ്രോഡ് മോഡൽ ലോയിൽ പറയുന്നത് VP/VM is equal to root of LR is equal to root 50. അപ്പോൾ 50 മോഡൽ സൈസ് എന്ന് പറയുന്നത് 1/50 ആണ്. അപ്പോൾ റൂട്ട് അല്ല റൂട്ട് 50 ആണ്. സോ നിങ്ങൾക്ക് FP/FM എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നമ്മളിത് കണ്ടു ഈ ഫോർമുല ρAV². ഇവിടെ ഇത് അപ്ലൈ ചെയ്താൽ നമ്മൾ ഓൾറെഡി FP/FM കണ്ടതാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു LR3. ഇറ്റ് ഈസ് ഈക്വൽ ടു LR3. അപ്പോൾ നമുക്ക് FP എന്ന് പറയുന്നത് FM ഇൻറ്റു 50 ക്യൂബ്. This is 50.2 into 50 cube. This is 6275 kilonewton.